ശാന്തേട്ട സന്ദീപ് വാര്യർ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം ഒരു കൊടി കയ്യിലേന്തി. ആ കൊടി കോൺഗ്രസിൻ്റെ കൊടിയല്ല, മറിച്ച് UDFിൻ്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ കൊടിയാണ്. സന്ദീപ് വാര്യർ നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ പാണക്കാട് പോകുന്നു, തങ്ങളെ കാണുന്നു, അത് കഴിഞ്ഞിട്ട് സമസ്തയുടെ നേതാവിനെ കാണുന്നു, മുത്തുക്കോയ തങ്ങളെ കാണുന്നു. അങ്ങനെ ആകപ്പാടെ ഒരു മുസ്ലിം ലീഗ് ലൈനിലാണ്. കോൺഗ്രസ്സിലാണെങ്കിൽ സന്ദീപ് വാര്യരുടെ പോക്ക്. നമ്മളിതൊക്കെ പറഞ്ഞാലും സന്ദീപ് വാര്യർ പാലക്കാട് BJPയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോയി, പാലക്കാട് കോൺഗ്രസ് നിലനിർത്തിയിരിക്കുന്നു. അപ്പോൾ സന്ദീപ് വാര്യർക്ക് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും വകയുണ്ട്. അപ്പോൾ സന്ദീപ് വാര്യരെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏത് കൊടി വേണമെങ്കിലും ഇപ്പം കൈ പിടിക്കാൻ, തോറ്റുപോയിരുന്നെങ്കിൽ അത് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സന്ദീപ് വാര്യർ നമ്മൾ ചർച്ച ചെയ്യേണ്ടെന്ന് അല്ലെങ്കിൽ മാറ്റി അല്ലെങ്കിൽ ഇനി വേണ്ടാന്ന് തീരുമാനിച്ച ഒരു കഥാപാത്രം. പക്ഷേ ഇദ്ദേഹം ഓരോ ദിവസവും വന്ന് കാണിക്കുന്ന ഗോഷ്ഠികൾ, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നതും അല്ലെങ്കിൽ സമൂഹം അയാൾക്ക് കൊടുക്കുന്ന അംഗീകാരം എന്നൊക്കെ പറയുമ്പോൾ അത് അയാളുടെ പ്രവൃത്തി കൊണ്ടാണ്. അതിനകത്ത് ഏത് പാർട്ടി എന്നുള്ളതൊന്നും അല്ല, അവരുടെ പ്രവൃത്തി. ഒരു ഏത് പാർട്ടിക്കകത്തായാലും ഒരു വ്യക്തിയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ആ വ്യക്തിത്വത്തിന് ഒരു വലിയ പ്രസക്തിയുണ്ട്. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആൾ പാർട്ടി മാറാൻ അവകാശമുണ്ട്. അദ്ദേഹം വിശ്വസിച്ചിരുന്ന പാർട്ടിക്കകത്തു നിന്ന് അദ്ദേഹം അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഐഡിയോളജിക്കകത്ത് അത് ആ പാർട്ടിക്കകത്ത് ഇല്ലെന്ന് കണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ പാർട്ടിക്കകത്ത് നേതാക്കന്മാരുമായിട്ട് യോജിച്ചു പോകാൻ സാധിക്കാത്തതൊക്കെ കൊണ്ടായിരിക്കും പാർട്ടി മാറുക. തെറ്റൊന്നുമല്ല, ഇത് ഏതാൾക്കും പാർട്ടി മാറാം. ഇപ്പം പാർട്ടി മാറുന്നതിനോ അല്ലെങ്കിൽ പാർട്ടി മാറാതിരിക്കുന്നതോ ഒന്നും അല്ലല്ലോ. പക്ഷേ ഇദ്ദേഹം കാണിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു നിലവാര തകർച്ച ഭയങ്കരമാണ്. കാരണം ആർത്തിയുള്ള ഒരു മനുഷ്യൻ, അയാൾ BJPക്കകത്ത് നിന്ന് പുറത്തു പോയത് അദ്ദേഹം പറയുന്നത് വെച്ചാണെങ്കിൽ അദ്ദേഹത്തിന് അതിനകത്ത് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആ പാർട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹം വിചാരിച്ചതുപോലുള്ള പുള്ളി വെളിയിലിറങ്ങി പറഞ്ഞെന്തോ വിദ്വേഷം പകർത്തുന്ന ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് എനിക്ക് നിൽക്കാൻ പറ്റാഞ്ഞത്. 20 കൊല്ലം ഞാൻ ഇതിനകത്ത് കാരാഗ്രഹത്തിൽ കിടക്കുന്നത് പോലെയാണ് കിടന്നത്. വെളിയിൽ വന്നപ്പോഴാണ് ഒരു സന്തോഷമൊക്കെ അനുഭവിക്കുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏറ്റെടുത്തവരിൽ നിന്നാണ് സ്നേഹവും പരിലാളനയും ഒക്കെ കിട്ടുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പാണക്കാട് പോകുന്നു. അതൊക്കെ ഒരു പക്ഷേ പാണക്കാട് നിങ്ങളെ കാണുന്നതോ അതും നമ്മൾ ഇനി കുറ്റപ്പെടുത്തുന്നില്ല. അതിനുശേഷം ഈ സമസ്തയുടെ നേതാവിനെ കാണുന്നു, ആശയവിനിമയം നടത്തുന്നു. ഇതൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തെ പാർട്ടിക്കകത്ത് കൊണ്ടുവന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതനുസരിച്ചായിരിക്കാം, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു തീരുമാനത്തിനനുസരിച്ചായിരിക്കാം. ഏതായാലും ഈ പറഞ്ഞതൊക്കെ അല്ലെങ്കിൽ ഈ കാണിക്കുന്നതൊക്കെ പുള്ളിയെ നോക്കിക്കാണുമ്പോൾ വളരെ ഒരു വ്യക്തിത്വവും അല്ലെങ്കിൽ ഒരു വ്യക്തി ഇത് സൂക്ഷിക്കുന്ന അല്ലെ വ്യക്തിത്വം സൂക്ഷിക്കുന്ന ആളായിട്ടോ നമുക്ക് സന്ദീപ് വാര്യർ എന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം കോൺഗ്രസ്സിൽ പോയെങ്കിൽ കോൺഗ്രസിൻ്റെ കൊടിയല്ലേ എടുത്ത് വീശേണ്ടത്. അല്ലെങ്കിൽ തന്നെ ഈ കോൺഗ്രസ് ഇന്നലെ അവിടെ ജയിച്ചു, അതൊരു രാഷ്ട്രീയ വിജയമാണ്. അത് അംഗീകരിച്ചേ മതിയാവത്തുള്ളൂ. കാരണം BJP എന്തുകൊണ്ട് ജയിച്ചില്ല എന്നുള്ള കാര്യം BJP പരിശോധിക്കണം. ഒരുപക്ഷെ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് നടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ താല്പര്യത്തിനനുസരിച്ച് അവിടുത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതുകൊണ്ടോ ആ സ്ഥാനാർത്ഥിക്ക് ആ പ്രദേശത്ത് ആൾക്കാരുടെ ബന്ധമില്ലാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം BJP ഇത്രയും കുഴപ്പത്തിലേക്ക് ചാടുകയും അല്ലെങ്കിൽ ഇത്രയും മാർജിനിൽ ഏതാണ്ട് 20,000 വോട്ട് 19,000 വോട്ടിനകത്ത് മാർജിനിലാണ് തോറ്റത്. അതൊക്കെ അംഗീകരിക്കുമ്പോൾ സന്ദീപ് വാര്യർ ഇതിനകത്തു നിന്ന് പോകുമ്പോൾ ഒരു പാർട്ടിക്കകത്ത് പോയി. സന്ദീപ് വാര്യറിനെ ഇപ്പോൾ 2 സന്ദീപ് വാര്യറിനെ നമ്മൾ കാണുന്നുണ്ട്. BJPക്ക് അകത്ത് നിൽക്കുമ്പോഴുള്ള സന്ദീപ് വാര്യരെയും ഇപ്പം BJP വിട്ട് കോൺഗ്രസിനകത്ത് പോകുമ്പോഴുള്ള സന്ദീപ് വാര്യരും തമ്മിൽ വളരെ വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ എന്ത് പറയുമ്പോഴും BJPക്ക് അകത്ത് നിൽക്കുന്ന സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ ആൾക്കാർ എത്ര പ്രകോപിപ്പിച്ചാലും മാന്യമായിട്ട് മറുപടി പറയുന്ന ഒരു സന്ദീപ് വാര്യരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ജോണിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പുള്ളിയുടെ വാക്കിൽ നിന്നും അല്ലെങ്കിൽ സംസാരത്തിൽ നിന്നും വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ ഈ TV ഷോയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻ്റൊക്കെ ഉണ്ടാവുകയും അയാളെ എടാന്ന് വിളിക്കുമ്പോൾ പോടാന്ന് വിളിച്ചിട്ടുള്ളത് ഒരുമിച്ചായി അല്ലെ പോടാന്ന് വിളിച്ചിട്ടുള്ളത് അതൊക്കെ ഒരു പക്ഷേ സംഭവിച്ചേ. കാരണം ഒരാളുടെ ഭാഗത്തുനിന്ന് നിരന്തരമായിട്ട് ഈ കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ പേരെന്തോ ഈ സന്ദീപ് വാര്യരുമായിട്ട് പ്രശ്നമുള്ള കോൺഗ്രസിൻ്റെ നേതാവ് കൊട്ടാരക്കര നമ്മുടെ ഗണേശനെതിരെ മത്സരിച്ച പുള്ളി നിരന്തരമായിട്ട് ഈ ആൾക്കാരുമായിട്ട് മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ.
അപ്പോൾ അത് നിരന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുമ്പോൾ തിരിച്ച് ഒരു 10 വട്ടം ഇടാ വിളിക്കുമ്പോൾ ചിലപ്പോൾ പോടാ വിളിച്ച് കാണും. അതൊക്കെ നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ്. ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹം ഒരു ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു ശൈലിയിലുള്ള ഒരാളല്ലേ പുള്ളി. പുള്ളി ഏതാണ്ട് ആണെന്നോ ഒക്കെ, അല്ലെങ്കിൽ കുണ്ടികുണിക്ക് പക്ഷിയുടെ കൂട്ടുള്ള ഒരു നേതാവായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കുണ്ടികുണിക്ക് പക്ഷി അറിയാം, ഈ വാലിങ്ങനിട്ട് ആട്ടുന്ന ഒരു പക്ഷിയുണ്ട്. അതിൻ്റെ വിചാരം അതിൻ്റെ വാലിട്ട് ആട്ടുമ്പോൾ ഈ ഭൂലോകം മൊത്തം അനങ്ങുന്നുണ്ടെന്നുള്ള ഒരു രീതിയിലാണ് ആ ഒരു പക്ഷിയെ പറയുന്നത്. അദ്ദേഹത്തെ ഒരു നേതാവായി ഈ കോൺഗ്രസിനകത്തെ ചാമക്കാല. അവിടെ ഈ ഇദ്ദേഹത്തിൻ്റെ കുലുക്കലല്ലാതെ വേറെ കാര്യങ്ങളൊന്നും പത്തനാപുരത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലോ നടത്താൻ സാധിക്കുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നില്ല. ചാനലിൽ വന്നിരുന്ന് ചർച്ചയൊക്കെ ചെയ്ത് ഇതുപോലെ ആൾക്കാരെ എതിരെ സംസാരിക്കുന്നവരെ വാടാ ഒന്ന് കാണിച്ചു തരാം, അവിടെ പാടാ പോടാ റൗഡി അല്ലെങ്കിൽ കവലച്ചട്ടമ്പയുടെ രീതിയിൽ സംസാരിക്കുന്നതല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതിനൊക്കെ മറുപടി പറഞ്ഞതിനൊക്കെ നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഇതിനകത്ത് കോൺഗ്രസിനകത്ത് ഇന്നലെ അവിടെ മത്സരിക്കുന്നു, ജയിക്കുന്നു. കോൺഗ്രസിന് ഏറ്റവും ആ മത്സരത്തിൽ ക്ഷീണമുണ്ടാക്കിയ ഒരു കാര്യമാണ് SDPIയുടെ പ്രകടനം. അത് SDPIയുടെ വോട്ട് മേടിച്ചില്ലയോ എന്നുള്ള കാര്യമോ, അല്ലെങ്കിൽ ചർച്ച ചെയ്തില്ലയോ എന്നുള്ള കാര്യമോ, അല്ലെങ്കിൽ CPMൻ്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി SDPIക്കാരൻ ഖുറാൻ ഉപയോഗിച്ച് അവിടെ വോട്ട് പിടിച്ചെന്ന് ആരോപണം വരുന്നു. ഇതൊന്നും നമുക്ക് വ്യക്തമായിട്ട് തെളിവുള്ളതല്ല. ഏതായാലും SDPI അവിടെ പ്രകടനം നടത്തി. SDPI പ്രകടനം നടത്തുകയും SDPIയുടെ പ്രകടനം ഏതാണ്ട് സരിനെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ പോയെന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ കൂടി മനസ്സിലാവുന്നത്. അതേ നിലവാരത്തിലേക്കാണ് ഇന്നലെ സന്ദീപ് വാര്യർ അവിടെ നിന്നത്. സന്ദീപ് വാര്യർ BJPക്കകത്ത് നിൽക്കുമ്പം സന്ദീപ് വാര്യർ നേതൃനിരയിലാണ് നിന്നിരുന്നത്. അല്ലെങ്കിൽ BJP എത്ര വട്ടം എവിടെല്ലാം മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, എത്ര വട്ടം ഏതൊക്കെ ഘട്ടങ്ങളിൽ ജയിച്ചിട്ടുണ്ട്, ഏതൊക്കെ ഘട്ടങ്ങൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിലൊന്നും നമ്മൾ സന്ദീപ് വാര്യരെ ഒരു ജീപ്പിൻ്റെ മുകളിൽ നിന്ന് സാധാരണ പ്രവർത്തകരുടെ കൂടെ കൊടി വീശുന്നതോ, സാധാരണ പ്രവർത്തകരുടെ കൂടെ കൊടി വീശുന്നത് തെറ്റാണെന്നുള്ളതല്ല, കൊടി വീശുന്നതോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ കാണിക്കുന്ന ഗോഷ്ഠികളിലോ ഒന്നും നമ്മൾ സന്ദീപ് വാര്യർ. പക്ഷേ ഇവിടുന്ന് പോയ സന്ദീപ് വാര്യർ കാണിക്കുന്നതൊക്കെ സാധാരണ, അതായത് സന്ദീപ് വാര്യരെ വളരെ കൃത്യമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. അതിന് നിന്നു കൊടുക്കുന്നുണ്ടോ സന്ദീപ് വാര്യരെന്ന് നമുക്ക് സംശയമുണ്ട്. ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ജീപ്പിൻ്റെ മുകളിൽ മുസ്ലിം ലീഗുകാർ കയറി നിന്ന് ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ വിജയം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ കൂടെ കയറി നിൽക്കുകയും കോൺഗ്രസിൻ്റെ കൊടി ഉണ്ടായിട്ട് പോലും വളരെ കൃത്യമായിട്ട് മുസ്ലിം ലീഗിൻ്റെ കൊടി സന്ദീപ് വാര്യരുടെ കൈ കൊടുത്ത് വീശിപ്പിക്കുന്ന ഒരവസ്ഥ, ഇത് എടുത്ത് വീശേണ്ട ഒരവസ്ഥയിലേക്ക് സന്ദീപ് വാര്യർ പോവുകയാണ്. കാരണം സന്ദീപ് വാര്യർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ, ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയവും ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയവും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഈ വർഗീയ ധ്രുവീകരണത്തെ കടന്നാക്രമിച്ചിട്ടുള്ള, SDPIയുടെ വർഗീയ ധ്രുവീകരണത്തെ കടന്നാക്രമിച്ചിട്ടുള്ള, അതാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാശമുണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സന്ദീപ് വാര്യരെ അപ്പുറത്ത് കൊണ്ടുപോയി കൂലിക്ക് മേടിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞതിനെല്ലാം പശ്ചാത്താപം ചെയ്യിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യം ഇപ്പം നമുക്ക് രാഷ്ട്രീയത്തിനകത്ത് അതിനുവേണ്ടി പ്രവചനമൊന്നും നടത്താൻ പറ്റത്തില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയും. സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ആളിൻ്റെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി അടഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പരിശോധിച്ചു കോൺഗ്രസ് തീരുമാനം കോൺഗ്രസിന്. കാരണം അതെന്തെന്ന് പറഞ്ഞാൽ ഇപ്പം ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിന് വില കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആ വ്യക്തിത്വത്തിനാണ് വില കിട്ടുന്നത്. അപ്പം ജോണ് ഒരാളാണ്. ജോണിനെ എല്ലാവരും ഉൾക്കൊള്ളുന്നു പറഞ്ഞാൽ ജോണിൻ്റെ പ്രവൃത്തിയിലും വ്യക്തിത്വത്തിലും അല്ലെങ്കിൽ ജോണിൻ്റെ കാര്യത്തിലും സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ആളിനെ ഈ കോൺഗ്രസിനകത്ത് എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സന്ദീപ് വാര്യർ BJPക്കകത്ത് നിൽക്കുകയും BJPയുടെ ഒരു കൃത്യമായ പ്രവർത്തകനാണെന്ന് തോന്നുകയും ആ ഐഡിയോളജിയിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വർത്തമാനം പറയുകയും ആൾക്കാരായിട്ട് കൃത്യമായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിലപാടുള്ള ഒരാളെന്ന് വെച്ചാണല്ലോ വേറെ പാർട്ടിക്കാരൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെയും പറഞ്ഞിട്ട് എന്നെ CPIക്കാർ വിളിച്ചു. വളരെ വാല്യബിൾ പേഴ്സൺ ആയിട്ടാണ് പുള്ളിയെ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് പോയിട്ട് ഈ പറയുന്നത് പോലെ ഒരു വ്യക്തിത്വവുമില്ലാതെ കോൺഗ്രസിനകത്ത് കോൺഗ്രസിൻ്റെ കൊടി വീശിക്കോട്ടെ, ഒരു വ്യക്തിത്വമില്ലാതെ മതമൗലികവാദികളുടെ കൂടെ കൂടിക്കൊണ്ട് ഇതുവരെ പറഞ്ഞിരുന്ന രാഷ്ട്രീയത്തിനപ്പുറം തിരിച്ച് അപ്പുറത്തുള്ള ഏറ്റവും മ്ലേച്ഛമായ രാഷ്ട്രീയം വളരെ പരസ്യമായിട്ട് പുറത്ത് കാണിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഈ പാർട്ടിക്കകത്തും അപ്പുറത്തെ പാർട്ടിക്കകത്ത് അയാളെ അന്നേരം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പോൾ കോൺഗ്രസോ മാർക്സിസ്റ്റ് പാർട്ടിയോ BJP എന്നുള്ളതല്ല, ഇതിനകത്തെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ്. ആ രാഷ്ട്രീയ പ്രവർത്തനം വ്യത്യസ്ത രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴും ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് മറ്റുള്ളവരെ നമ്മൾ ജോൺ ഒരാളെ നോക്കി കാണത്തില്ലേ? അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നേതാക്കന്മാർ പറയും ഇവൻ എന്തൊരു മര്യാദയില്ലാത്തവനാണ്.
എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാം, ഒരു മര്യാദ ഇല്ലാത്തതുകൊണ്ട് ഇവൻ ഒരു സുപ്രഭാതത്തിൽ പാർട്ടി മാറിയതിനകത്ത് അയാളുടെ പ്രത്യേക സാഹചര്യം കാണുമായിരിക്കും, അല്ലെങ്കിൽ ആ പാർട്ടിക്കകത്ത് നിന്ന് പോകാൻ സാധിക്കത്തില്ലായിരിക്കും, ആ പാർട്ടിയുടെ നേതൃത്വം അദ്ദേഹത്തിന് അതിനകത്ത് വെച്ച് പൊറിപ്പിക്കുന്ന രീതിയിലേക്കായിരിക്കത്തില്ല. അതുകൊണ്ടൊരു സാഹചര്യത്തിൽ പാർട്ടി മാറിയെന്നും പറഞ്ഞുകൊണ്ട് അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഐഡിയോളജിയും അതിൻ്റെ നേതാക്കന്മാരെയും എല്ലാം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നേരെ തിരിച്ച് പറയുമ്പോൾ അയാൾ നാളെ കാലത്ത് ഈ പാർട്ടിക്കകത്ത് നിന്നും വേറെ പാർട്ടിക്കകത്ത് പോലും ആ പാർട്ടിയെ പറ്റി അങ്ങനെ പറയും, അങ്ങനെ അയാളെ ഉൾക്കൊള്ളത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അയാളുടെ വ്യക്തിത്വം മൊത്തം നശിച്ചു പോയിരിക്കുകയാണ്. ഇപ്പം ഒരു അവസരത്തിൽ ഏത് പാർട്ടി ആയാലും ഇപ്പോൾ BJP ആയാലും ചെയ്യുന്ന പരിപാടിയാണ്. BJPക്ക് ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മറ്റേ പാർട്ടിയെ അല്ലെങ്കിൽ ചെറുതാക്കാനും ആ പാർട്ടിക്ക് മോശമാക്കാനും തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ആ പാർട്ടിക്കകത്ത് ഒരാൾ വന്ന് അവർ എടുക്കും. അതിനകത്ത് കുറ്റം പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിനെ കുറ്റം പറയാൻ നോക്കത്തില്ല. കോൺഗ്രസ് ഇപ്പോൾ ഈ പറയുന്ന പോലെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി എടുത്തെന്നൊക്കെ പറയുമ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി എടുത്ത ഈ സാധനത്തിനെയും കൊണ്ട് ഇനി എവിടോട്ട് പോകുമെന്നുള്ളതാണ്. കാരണം കോൺഗ്രസിനകത്ത് പ്രശ്നമല്ല, കോൺഗ്രസിനകത്ത് വളരെ കൂടുതൽ ആൾക്കാരുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് കുറച്ച് കഴിയുമ്പം സന്ദീപ് വാര്യരെ എങ്ങനെ കോൺഗ്രസിന് അറിയാം. ഇപ്പൊ സന്ദീപ് വാര്യർ തന്നെ ഈ സ്ഥാനമോഹികളായിട്ടുള്ള എത്രയോ വർഷമായി നിൽക്കുന്ന നേതാക്കന്മാരുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ ചാമക്കാലയുടെ കാര്യം കണ്ടിട്ടില്ലേ? ചാമക്കാലയൊക്കെ എത്ര നാളുകൊണ്ട് ഇതിനകത്ത് കിടന്ന് പണി ചെയ്യുക, പിടിച്ച് താഴെ ഇടാൻ എന്തായാലും കോൺഗ്രസ്സുകാരെ പ്രത്യേകിച്ച് പഠിപ്പിക്കാനൊന്നുമില്ല. കാരണം ഇതിനകത്ത് ഇപ്പം വലിയ പോസ്റ്റുകളും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ലല്ലോ. ചർച്ച നടന്നിട്ടുണ്ട്. ചർച്ചയ്ക്കകത്ത് ഏതാണ്ട് ആരോപണമാണ് 10-23 കോടി രൂപ മേടിച്ചെന്ന് പറയുന്നു. അപ്പോൾ അത് BJPക്കാരുടെ ആരോപണം, അതിനകത്ത് നമുക്കറിയത്തില്ല. അപ്പോൾ അത് മേടിച്ചെങ്കിൽ പുള്ളിക്ക് അസറ്റാണ്. കാരണം ഇത്രയും 20 കൊല്ലം BJPക്കകത്ത് പ്രവർത്തിച്ചതിനകത്ത് വിലയിട്ടത് 29 കോടി രൂപയാണെങ്കിൽ വലിയ ചെറിയ തുകയൊന്നുമല്ല, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതാണേലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന, കാരണം BJPക്ക് അകത്ത് നിന്നാൽ നാളെ കാലത്ത് അദ്ദേഹത്തിന് ഈസിയായിട്ട് കിട്ടാൻ പറ്റുന്ന, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് സീറ്റ് കൊടുത്ത് മത്സരിച്ചാൽ ജയിക്കുമോ ജയിക്കത്തില്ലയോ എന്നുള്ള കാര്യവും നാളെ കാലത്ത് ഏത് പാർട്ടിയാണ് ലൈം ലൈറ്റിൽ വരുന്നതെന്നുള്ള കാര്യമൊന്നും നമുക്ക് പറയാനൊക്കില്ല. ലക്ഷം BJP ആയിരിക്കും നാളെ കാലത്ത് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് BJPക്കകത്ത് നിന്നാൽ കിട്ടുന്ന ഒരു അംഗീകാരം, ഒരുപക്ഷെ സുരേന്ദ്രൻ ഇന്നോ നാളെയോ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്നോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ എതിർക്കുന്നവരൊക്കെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് മാറിയൊക്കെ പോകും. നമ്മളെല്ലാ പാർട്ടിക്കകത്തും അങ്ങനെ കാണുന്നത്. എല്ലാ പാർട്ടിക്കകത്തും പരസ്പരം മത്സരങ്ങൾ നേതാക്കന്മാർ തമ്മിൽ ഉണ്ടാവാറുണ്ട്. ഒരു കാലത്ത് ഒരാളുടെ കയ്യിലിരിക്കുന്ന പാർട്ടി മറ്റൊരു കാലത്തും ആ പറയുന്ന അന്ന് അവഗണിക്കപ്പെട്ട ആളുടെ കയ്യിലേക്ക് വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ വേണം. അല്ലാതെ ചാടി പോയാൽ ഇപ്പോൾ ഇതിനകത്തൊന്നും ചാടി അപ്പുറത്ത് പോകുമ്പോഴേ അറിയത്തുള്ളൂ. അതിനകത്തെ ഒരു ബുദ്ധിമുട്ട്, കോൺഗ്രസിനകത്തെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. കോൺഗ്രസിനകത്ത് ഈ പറയുന്നത് പോലെ പാർട്ടി പോസ്റ്റുകളിൽ വന്നാൽ പോലും ഈ പറയുന്ന കസേരകളോ സീറ്റുകളോ ഒന്നും ലഭിക്കാത്തതും അത്തരത്തിൽ അടുക്കും ചിട്ടയും ഒന്നും ഇല്ലാത്തൊരു പാർട്ടിയാണെന്ന് സന്ദീപ് വാര്യർക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. സന്ദീപ് വാര്യരെ അവർ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ SDPIക്കാരും മുസ്ലിം ലീഗുകാരും ഒക്കെ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ്. അവരെ കുറ്റം പറയാനൊക്കത്തില്ല. ഇതുപോലെ അപ്പുറത്ത് നിന്ന് BJPയുടെ ഭാഗഭാഗത്ത് നിന്ന് ഞങ്ങളെ കുറ്റം പറഞ്ഞ് ഒരുത്തൻ ഇപ്പം ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ കൊടി വീശുന്ന അല്ലെങ്കിൽ ഞങ്ങൾ വീശിപ്പിക്കുന്ന ഒരാളാണെന്ന് വളരെ പരസ്യമായിട്ട് കാണിക്കുന്നതിനും ആ കൊടി വീശുന്നത് ഈ പറയുന്ന പോലെ ക്യാമറകൾ പകർത്തി ലോകം മൊത്തം വിതരണം ചെയ്യുമ്പോഴൊക്കെ സന്ദീപ് വാര്യർ ഒരു കാര്യം ആലോചിക്കണം. സന്ദീപ് വാര്യരുടെ വ്യക്തിത്വമാണ് അവിടെ പോകുന്നത്. ഇതിൽ ഭേദം ക്ലോസറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും. അല്ല, സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇനിയും വലിയ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവിയോ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിന് ഇതുവരെ കിട്ടിയിരുന്ന ഒരു അംഗീകാരമോ ഒന്നുമില്ല. ഇപ്പോൾ തന്നെ സന്ദീപ് വാര്യരെ പറ്റി പറയുന്നുണ്ട്. അയാളുടെ സംസാര ശൈലി പോലും ഒരു പാർട്ടിക്കകത്തുനിന്ന് വേറെ പാർട്ടിക്കകത്ത് പോയപ്പോഴത്തേക്കും മാറിയല്ലോ. അയാളുടെ രീതികൾ മാറിയല്ലോ. അല്ലെങ്കിൽ അയാൾ അതിനകത്ത് നിന്നപ്പോൾ എന്ത് അച്ചടക്കമുള്ളവനായിരുന്നു, എന്ത് മര്യാദയുള്ളവനായിരുന്നു. ഇപ്പോൾ ഇതിനകത്തോട്ട് മാറിയപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടിക്കകത്തുനിന്ന് മറ്റേ പാർട്ടിയിലോട്ട് മാറുമ്പോൾ തന്നെ സ്വഭാവത്തിന് പോലും വ്യത്യാസം വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആളിനെ ഇനി ചർച്ചയ്ക്കെടുക്കേണ്ടെന്ന് വിചാരിച്ചാലും ഇയാൾ കാണിക്കുന്ന ഗോഷ്ഠികളും അല്ലെങ്കിൽ ഇയാളുടെ ഈ രീതികളുമൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളത്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നതും സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നതും സമൂഹം ഇവരുടെ സംസാരം കേൾക്കുന്നതൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ മ്ലേച്ഛനെ പറ്റി വീണ്ടും നമുക്ക് സംസാരിക്കേണ്ടി വന്നത്. അപ്പോൾ സന്ദീപ് വാര്യർ ക്ലോസറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും ഇതിലും ഭേദം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.